പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ രാവിലത്തെ ചെറിയ കുഞ്ഞായിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നുള്ളത് പത്തലാണ്. അപ്പോൾ നമ്മളിവിടെ പത്തൽ എന്നാണ് പറയാറ്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചതിന് ശേഷമാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത്. തലേ ദിവസം നമ്മൾ റേഷൻ അരി അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ വെള്ളയരിയിൽ അത് നമുക്ക് മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചതിന് ശേഷം 5-8 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കും. ഇപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മാവ് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച അരിനെ നമുക്ക് ഓടിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുന്ന രീതിയിൽ ചൂടാക്കി എടുക്കണം. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്ടിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് തന്നെ റെഡിയാക്കി കിട്ടും. ശേഷം നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ടാണ് പത്തൽ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ ഞങ്ങളധികം ഈ രീതിയിലാണ് പത്തൽ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെയാണ് ഏകദേശ വീടുകളിലും പത്തൽ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ പച്ചരിയൊക്കെ പൊടിച്ചിട്ട് ഒന്നും ഞങ്ങളധികം ഉണ്ടാക്കാറില്ല. തലേ ദിവസം കുതിർത്ത് വെച്ച ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ പത്തൽ റെഡി എടുക്കാറ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തലാണ് നമുക്ക് കിട്ടാറ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ. ഇപ്പോൾ പച്ചരി പൊടിച്ചിട്ട് ഒന്നും ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. ഇതുപോലെ തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. ഈ നാട്ടിൽ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കോഴിക്കറിയും കൂടി ഉണ്ട്. അപ്പോൾ പത്തലും കോഴിക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പുതിയ പ്രസ്സിൽ വെച്ചിട്ടാണ് പത്തൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പഴയ പ്രസ് അതിൻ്റെ സ്ക്രൂ എന്തോ ഊരിയിട്ട് വന്നതിന് ശേഷം പൊടിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ പുതിയത് അപ്പോൾ ഇനി അതിൻ്റെ ശരിപോലെ എടുക്കണം. അപ്പോൾ നമ്മളെ കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട്